വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉമ്മൻചാണ്ടിയുടെ പങ്ക് ആ പങ്ക് വളരെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ദിവസങ്ങളാണ്. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു ചെയ്തില്ല എന്നൊക്കെ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. പഴയകാലം ഓർമ്മയുള്ള ആളുകൾക്ക് എന്തൊക്കെയാണെന്ന് സംഭവിച്ചത് എന്നത് ഓർമ്മ കാണും. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വരുന്നുണ്ട്. അത് കെ വി തോമസിന്റെ ഭാഗത്ത് നിന്നാണ്. അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുകയാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയുടെ പങ്ക് എന്താണെന്ന്. തുറമുഖ പദ്ധതി അദാനി ഏറ്റെടുക്കാൻ ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടലുകൾ കുറിപ്പിൽ വിവരിക്കുന്നുണ്ട്. പ്രതിസന്ധികൾ മറികടന്ന് തുറമുഖം യാഥാർത്ഥ്യമാക്കിയത് അത് പിണറായി വിജയനാണെന്നും കെ വി തോമസ് ഈ സമൂഹ മാധ്യമത്തിലിട്ട ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണയുടെ വിവരങ്ങളുമായി. പ്രശാന്ത് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു, ആരൊക്കെയാണ് ഇടപെട്ടത് എന്ന കാര്യത്തിൽ പലവിധ ചർച്ചകൾ, അവകാശവാദങ്ങൾ, ക്രെഡിറ്റ് അടിക്കൽ ഒക്കെ നടക്കുന്നതിനിടയിൽ പിണറായി വിജയന്റെ പങ്കെന്ത്, ഉമ്മൻചാണ്ടിയുടെ പങ്കെന്ത്, മറ്റാരൊക്കെ ഇടപെട്ടു, എന്തൊക്കെയാണ് കെ വി തോമസ് പറയുന്നത്? രതീഷ്, ഡൽഹിയിൽ കേരള സർക്കാരിൻ്റെ പ്രതിനിധിയാണ് കെ വി തോമസ്. ആ കെ വി തോമസ് ഇന്നിപ്പോൾ രാവിലെ 3 മണിക്കൂർ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നത് വിഴിഞ്ഞം 1-ാം ഘട്ടം പൂർത്തീകരിക്കുന്നതിൽ അഭിമാനം എന്ന് പറയുന്ന ആ തലക്കെട്ടോടെ തുടങ്ങുന്ന കുറിപ്പിൽ അതിൻ്റെ മുഴുവൻ സിംഹഭാഗവും ഏറ്റവും ഒടുവിലത്തെ പാരഗ്രാഫിന് മുൻപുള്ള ഭാഗം വരെ എല്ലാം തന്നെ ഈ പദ്ധതി എങ്ങനെ, തുറമുഖ പദ്ധതി എങ്ങനെ അദാനിയിലേക്ക് എത്തി, അദാനി മടിച്ചു നിന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഒരു പദ്ധതി ട്രേഡ് യൂണിയൻ പ്രതിസന്ധികളെല്ലാം ഉള്ള അല്ലെങ്കിൽ വലിയ തോതിൽ ക്രിട്ടിക്കലായി സമീപിക്കുന്ന ഒരു നാട്ടിൽ ഒരു പദ്ധതിയുമായി രംഗത്തിറങ്ങിയാൽ അത് മുന്നോട്ട് പോവുക പ്രയാസമാണ് എന്ന മാനസികാവസ്ഥയിലായിരുന്ന ഗൗതം അദാനിയെ ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചെടുത്തത് അന്ന് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഡൽഹിയിലെത്തി തൻ്റെ സാന്നിധ്യത്തിൽ അവിടെ വെച്ച് ഗൗതം അദാനിയുമായി കൂടിക്കാഴ്ച നടത്തി 15 മിനിറ്റ് നേരം അങ്ങനെ അതിന് മടിച്ചു നിന്ന ഗൗതം അദാനിയെ ഉമ്മൻചാണ്ടിയുമായി ഒന്ന് സംസാരിക്കൂ എന്ന് താൻ പറയുകയും ഉമ്മൻചാണ്ടിയുമായി അദാനി ഈ പദ്ധതി ഏറ്റെടുക്കാനുള്ള സാധ്യത ഒരുക്കാം എന്ന് ആശയവിനിമയം നടത്തുകയെല്ലാം ചെയ്ത് അങ്ങനെ ഉമ്മൻചാണ്ടി 15 മിനിറ്റ് ഗൗതം അദാനിയുമായി ചർച്ച നടത്തിയ ശേഷം ഞാൻ കേരളത്തിലേക്ക് വരാം എന്ന് ഗൗതം അദാനി ഉറപ്പ് നൽകുകയും തുടർന്ന് കരാറിലേക്കും തറക്കല്ലിടലിലേക്കെല്ലാം പോയി അതായത് എങ്ങനെ ഈ വിഴിഞ്ഞം തുറമുഖ കരാർ ഉണ്ടായി എന്നതാണ്. അതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്ക് സുവ്യക്തമാണ് എന്നത് വിശദീകരിക്കുകയാണ് കെ വി തോമസ്. ഇതിനൊപ്പം തന്നെ ഇതിനുശേഷം കരാർ ഒപ്പിട്ടതിന് ശേഷം അധികാരം മാറുകയും അതിനുശേഷം നിർമ്മാണ പ്രവൃത്തികൾ നടക്കുകയും പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇത് പൂർത്തീകരിക്കുകയും ചെയ്തതിൽ അഭിമാനമുണ്ട് എന്നെല്ലാം പറഞ്ഞു തന്നെയാണ് ഈ കെ വി തോമസ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ കുറിച്ച് LDF സർക്കാർ മിണ്ടാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതേക്കുറിച്ച് അത് ചർച്ചയാക്കാൻ ശ്രമിക്കാതിരിക്കുമ്പോഴും കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് ഇക്കാര്യങ്ങൾ വിശദമായി പങ്കുവയ്ക്കുന്നു. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. ആ നിലയിലാണ് കുറിപ്പ് വായിക്കുമ്പോൾ ഓർമ്മയുണ്ട് എന്നുള്ളതിലാണ്.